കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച നടക്കും. രാവിലെ 10-ന് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. പരിപാടിയിൽ കെ.സി. മൊയ്തീൻകുട്ടി അധ്യക്ഷനാകും. സാലിം എളേറ്റിൽ, പി. നാരായണൻ എന്നിവർ സംസാരിക്കും. 11-ന് നടക്കുന്ന മെമ്പേഴ്സ് മീറ്റ് ഇ.ടി.കെ. ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്യും. പി. സുധാകരൻ അധ്യക്ഷനാകും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി.എം. സുബൈദ ഉദ്ഘാടനം ചെയ്യും. ഷീബ കെ. മൊയ്തു അധ്യക്ഷയാകും. വി.പി. ഫിറോസ് ഉപഹാര സമർപ്പണവും നടത്തും. സാജിദ് ബാബു, അബ്ദു വിലങ്ങുംപുറം, പി. സൈദൽവി എന്നിവർ സംസാരിക്കും. വൈകുന്നേരം 4-ന് കൗൺസിൽ മീറ്റ് നടക്കും. KGPSHA സംസ്ഥാന അധ്യക്ഷൻ ബിജു തോമസ് ഉദ്ഘാടനം ചെയ്യും. ഉപാധ്യക്ഷ വി. സിന്ധു അധ്യക്ഷയാകും. പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടക്കും. മഞ്ചേരി MLA അഡ്വക്കേറ്റ് ഇ.വി. ലത്തീഫ് അവർ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഗവൺമെന്റ് പ്രൈമറി ഹെഡ്മാസ്റ്റർമാർ 81 ആളുകൾക്കുള്ള യാത്രയപ്പ് കൂടി അന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുകയാണ്. യാത്രയപ്പ് സമ്മേളനം മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വി.എം. സുബൈദ അവർ ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ വി.ടി. ഫിറോസ്, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സാജിദ് ബാബു തുടങ്ങിയവർ സംബന്ധിക്കും. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുന്ന ഏകദിന സമ്മേളനമാണ് ശനിയാഴ്ച നടക്കുന്നത്. ഈ സമ്മേളനം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ പ്രൈമറി ഗവൺമെന്റ് ഹെഡ്മാസ്റ്റർമാർ വളരെയധികം പ്രയാസവും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു. സർക്കാരിന്റെ ഒരു അവഗണന നയം തന്നെ വളരെ കാലമായിട്ട് തുടർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 17-ാം തീയതി സെക്രട്ടറി ധർണ എന്ന് സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉച്ചഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആഴ്ചയിൽ 2 ദിവസം പാലും കോഴിമുട്ടയൊക്കെ നൽകുന്ന വകയിൽ 5 മാസത്തോളമായി ചെലവഴിച്ച സംഖ്യ കിട്ടാൻ ബാക്കിയാണ്. ലക്ഷങ്ങളാണ് ഓരോ പ്രൈമറി ഹെഡ്മാസ്റ്ററും കയ്യിൽ നിന്നും മറ്റും അല്ലെങ്കിൽ കടമായിട്ടും സംഘടിപ്പിച്ച് ചെലവഴിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവസാനമായി സംഖ്യ അനുവദിച്ചത്. അത് സംസ്ഥാന വിഹിതം എന്ന പേരിൽ പകുതിയാണെന്ന് അനുവദിച്ചു. സെപ്റ്റംബറിലെ പകുതി ഇനി കിട്ടാനുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ ഇറങ്ങി. ഒക്ടോബർ മാസത്തെ പാലും മുട്ടയും കൊടുത്ത വകയുള്ള കാശ് അനുവദിച്ചായിട്ടൊരു ഉത്തരവ് ഒക്ടോബർ മാസത്തേക്ക് മാത്രമായിട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നേരത്തെ 2 തവണയായ ഒരു വർഷം അഡ്വാൻസ് ആയിട്ട് ഈ സംഖ്യ അനുവദിക്കുകയാണ് ചെയ്തിരുന്നത്. കാശ് ചെലവഴിക്കുന്നതിനനുസരിച്ചുള്ള സമർപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക് കാശ് മാറ്റിയെടുക്കാമായിരുന്നു. ഇപ്പോ അതാത് മാസം പോലും ഇല്ല. കോടതിയിൽ കേസ് പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് മാത്രമാണ് സർക്കാർ ഇതൊരു അനങ്ങുന്നത്. ഇങ്ങനെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് സമയം അക്കാദമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട പ്രൈമറി പ്രധാന അധ്യാപകർക്ക് ഒരുപാട് സമയം ഇതിൽ വേസ്റ്റ് ആവുന്നു. ഒരുപാട് ക്ലേശങ്ങൾ മാനസികമായിട്ടും അല്ലാതെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. CM മുസ്തഫ, കെ.സി. മൊയ്തീൻകുട്ടി, വി. അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.